പ്രിയമുള്ളവരെ, എല്ലാവർക്കും ആർജിസ് മൈൻഡ് പവറിൻ്റെ 18ാമത്തെ ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നന്ദി എഴുതുന്നത് സർവീസ് പ്രൊവൈഡേഴ്സ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് നമുക്കായി പലതരം സേവനങ്ങൾ ചെയ്തു തരുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് നമ്മളിന്ന് നന്ദി എഴുതുന്നത്. അവർ ആരൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. രാത്രിയോ പകലോ എന്ന വ്യത്യാസമില്ലാതെ മഞ്ഞിലും മഴയിലും വെയിലത്തും നിന്ന് നമ്മുടെ രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് കാക്കുന്ന ധീരജവാന്മാർക്കാകട്ടെ നമ്മുടെ ആദ്യത്തെ നന്ദി. അതുപോലെ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരായ ഡോക്ടേഴ്സ്, നഴ്സസ്, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ, പിന്നെ മറ്റു ആശുപത്രി ജീവനക്കാർ, ഇവർക്കൊക്കെ നമുക്ക് നന്ദി എഴുതാം. ഇനി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരാനുള്ള ധനം സൂക്ഷിച്ചു വയ്ക്കുന്ന ബാങ്ക്, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർ, ഇവർക്കൊക്കെ നന്ദി പറയാം. അതുപോലെ നമ്മുടെ രാജ്യത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭരണ നേതൃത്വത്തിലുള്ള പ്രസിഡന്റ് മുതൽ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ, മറ്റു മന്ത്രിമാർ, ഗവർണർമാർ, അങ്ങനെ എല്ലാവർക്കും നമുക്ക് നന്ദി എഴുതാം. നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യുന്ന എല്ലാ ന്യായാധിപന്മാർക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥർക്കും നമുക്ക് നന്ദി പറയാം. നമ്മുടെ നാട്ടിലെ ക്രമസമാധാന പാലനത്തിനായി അഹോരാത്രം പണിയെടുക്കുന്ന പോലീസിനും നമുക്ക് നന്ദി പറയാം. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ യാത്രകൾ സുഗമമാക്കുന്ന ബസ് ജീവനക്കാർ, ടാക്സി ജീവനക്കാർ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, അങ്ങനെയുള്ള എല്ലാവർക്കും നമുക്ക് നന്ദി പറയാം. നമ്മുടെ നാട്ടിലെ നല്ല നല്ല കെട്ടിടങ്ങൾ പണിതുയർത്തുന്ന എൻജിനീയേഴ്സിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളെല്ലാം തരുന്ന ഷോപ്പുകൾക്കും അതിലെ ജീവനക്കാർക്കും നന്ദി പറയാം. അതുപോലെ നമുക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും വിൽക്കുന്ന ഷോപ്പിലെ ജീവനക്കാർക്കും നമുക്ക് നന്ദി പറയാം. അതുപോലെ പെട്രോൾ പമ്പിനും അതിലെ ജീവനക്കാർക്കും നമുക്ക് നന്ദി പറയാം. നാളത്തെ പൗരന്മാരെ വാർത്തെടുക്കുന്ന ടീച്ചേഴ്സിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മറ്റു ഉദ്യോഗസ്ഥർക്കും നമുക്ക് നന്ദി എഴുതാം. അതുപോലെ നമ്മുടെ പല കാര്യങ്ങളും നടത്തി തരുന്ന പഞ്ചായത്ത്, വില്ലേജ്, അതുപോലുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്ക്, അതിലെ ഉദ്യോഗസ്ഥർക്ക് എല്ലാം നമുക്ക് നന്ദി എഴുതാം. നമ്മുടെ നാട്ടിലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ശാസ്ത്രജ്ഞർക്കും നന്ദി പറയാം. പിന്നെ നമ്മെ സന്തോഷിപ്പിക്കുന്ന കലാകാരന്മാർക്കും നന്ദി പറയാം. അതായത് സിനിമ, നാടകം, പാട്ട്, നൃത്തം, ചിത്രരചന, അങ്ങനെ വിവിധ മേഖലയിൽപ്പെട്ട എല്ലാ കലാകാരന്മാർക്കും നമുക്ക് നന്ദി എഴുതാം. പ്രളയകാലത്ത് നമുക്ക് താങ്ങായി വന്ന മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ പല നിർമ്മാണ തൊഴിലാളികൾക്കും റോഡ് പണിക്കാർക്കും എല്ലാം നമുക്ക് ഇന്ന് നന്ദി എഴുതാം. പിന്നെ എയർപോർട്ട്, റെയിൽവേ തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും നമുക്ക് നന്ദി എഴുതാം. നമുക്ക് ആവശ്യമായ ഇലക്ട്രിസിറ്റി എത്തിച്ചേരുന്ന KSEB ജീവനക്കാർക്കും നമുക്ക് നന്ദി പറയാം. നമ്മുടെ മൊബൈൽ ഫോൺ കമ്പനികൾക്കും അതിലെ ജീവനക്കാർക്കും നമുക്ക് നന്ദി എഴുതാം. ഡ്രസ്സിൻ്റെ ഷോപ്പ്, ബുക്ക് ഷോപ്പ്, മെഡിക്കൽ ഷോപ്പ്, ഹോട്ടൽ, ബേക്കറി, ഫ്രൂട്ട് ഷോപ്പ്, വെജിറ്റബിൾസ് ഷോപ്പ്, അങ്ങനെ നിരവധി നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഷോപ്പുകൾ എല്ലാം ഓർത്ത് അവിടുത്തെ ജീവനക്കാർക്കെല്ലാം നന്ദി എഴുതാം. നമ്മുടെ വസ്ത്രങ്ങൾ സ്റ്റിച്ച് ചെയ്തു തരുന്ന ടൈലേഴ്സിന് നമുക്ക് നന്ദി പറയാം. ഫർണിച്ചറുകളും ഡോറുകളും മറ്റും പണിതു തരുന്ന കാർപ്പൻറ്റേഴ്സിന് നമുക്ക് നന്ദി എഴുതാം. വണ്ടികൾ റിപ്പയർ ചെയ്തു തരുന്ന ആളുകൾക്കും നമുക്ക് നന്ദി എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഓരോ ഫീൽഡിലെയും ആളുകളെ ഓർത്തോർത്ത് അവർക്കെല്ലാം ഇന്ന് നന്ദി എഴുതാം. ഓക്കെ, അങ്ങനെ ഈ നന്ദി എഴുതുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, എല്ലാവരുടെ ജീവിതത്തിലേക്കും ധാരാളം നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.